2004 ഒക്ടോബർ മാസത്തിൽ ജയാനന്ദൻ ഈ മാളയ്ക്ക് അല്പം കൂടി വടക്കു മാറിയുള്ള പെരിഞ്ഞനം എന്ന സ്ഥലത്ത് ചീനവലയുമായി ബന്ധപ്പെട്ട പണിക്കായി പോവുകയും കുറച്ച് ദിവസങ്ങൾ അവിടെ പോയി വരികയും ചെയ്തു. ആ സമയത്ത് അവിടെ ആ പോകുന്ന വഴിയിലുള്ള ഒരു 64 വയസ്സുള്ള സഹദേവൻ, കളരിക്കൽ സഹദേവൻ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർമ്മലയും ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അവർ രണ്ടുപേരും. അപ്പോൾ അത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ നിർമ്മലയുടെ കയ്യിലും കഴുത്തിലുമൊക്കെ സ്വർണ്ണാഭരണങ്ങളുള്ളതായിട്ട് അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അയാളൊരു കമ്പി പാര തന്നെ കരുതിയിരുന്നു. അതിനായിട്ട് ഒരു ദിവസം പുലർച്ചെ ഒരു 2 മണിയോടുകൂടി അയാൾ ആ വീടിനെ വാതിൽ തള്ളി തുറന്നകത്ത് പ്രവേശിച്ച് അവരെ കിടന്നുറങ്ങിയിരുന്ന നിർമ്മലയെ ആദ്യം അടിക്കുകയും അതിനുശേഷം തലയ്ക്കടിക്കുകയും അതിനുശേഷം സഹദേവനെയും അടിച്ച് അവർ രണ്ടുപേരും തൽക്ഷണം മരണപ്പെടുകയാണ് ഉണ്ടായത്. ആ വീട്ടിൽ നിന്നും 11.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ, മാലയും വളയും കമ്മലും ഉൾപ്പെടെ അപഹരിച്ച് അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. 2005 ഓഗസ്റ്റ് മാസത്തിൽ ഈ പറഞ്ഞ ജയാനന്ദൻ പറവൂരുള്ള ബിവറേജ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുണ്ട്. അയാൾ അതിനടുത്ത് അയാളുടെ ഭാര്യയുടെ സഹോദരിയുടെ വീട് അവിടെയാണ്, പറവൂരാണ്. ഇടയ്ക്ക് അവിടെ വരുമ്പോൾ അവിടെ ആളുകൾ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. പറവൂർ ബിവറേജിൻ്റെ കടയിൽ വലിയ വിൽപ്പനയാണ്, മാസത്തിലൊരിക്കൽ മാത്രമേ അത് പൈസ ഓഫീസിൽ കൊണ്ട് അടയ്ക്കുകയുള്ളൂ എന്നുള്ള ഒരു സംസാരം കേട്ടു. അപ്പോൾ അവിടെ ആ ബിവറേജിൻ്റെ കടയിൽ പ്രവേശിക്കാനും അവിടെ ഒരു കവർച്ച നടത്താനും ഇയാൾ ആലോചിച്ചു. ഒരു ദിവസം പുലർച്ചെ 1:30 മണിയോടുകൂടി അയാൾ അവിടെ എത്തി. 2ാം നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അയാളിപ്പോൾ അതിന് പിൻവശത്തുള്ള ഒരു വീട്ടിലെ പശുത്തൊഴുത്തിൽ നിന്ന് പശുവിനെ കെട്ടിയിരുന്ന ഒരു ഇരുമ്പ് കുറ്റി, പശുവിനെ മറ്റൊരു കുറ്റിയിലേക്ക് കെട്ടിയിട്ട് ആ ഇരുമ്പ് കുറ്റി എടുത്തു കൊണ്ടുവന്ന് ആ ഇരുമ്പ് കുറ്റി കൊണ്ട് ഭിത്തി തുരക്കുകയാണ്. ബിവറേജ് ഷോപ്പിൻ്റെ ഭിത്തി തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സുഭാഷകൻ എന്ന് പറയുന്ന സെക്യൂരിറ്റി അവിടെ വന്നു. അയാൾ വരുന്നത് കണ്ട് ആ ഭിത്തി തുറന്നുകൊണ്ടിരുന്ന ജയാനന്ദൻ ആ ഇരുമ്പ് കുറ്റി കൊണ്ട് ഈ സുഭാഷകൻ്റെ തലയ്ക്കടിച്ചു. അയാളെ അവിടെ തന്നെ വീണു. ആ സമയത്ത് അത് ഏതോ പെട്രോളിങ്ങിന് വന്ന പോലീസുകാരുടനെ ആ വഴി വന്നു. ആ സമയത്ത് ഇയാൾ അവിടെ കിടക്കുന്നതും ഈ സെക്യൂരിറ്റി കിടക്കുന്നതും കാണുന്നുണ്ട്. പോലീസ് വരുന്നത് കണ്ടുകൊണ്ട് ഈ പറഞ്ഞ ജയാനന്ദനെ പിന്നിലൂടെ ഇറങ്ങി അവിടെ കുറ്റിക്കാടിൽ ഒളിച്ചിരുന്നു. പരിക്ക് പറ്റി കിടക്കുന്ന സുഭാഷകനെ പെട്രോളിങ് വന്ന പോലീസുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ സുഭാഷകൻ ആശുപത്രിയിലെത്തിയപ്പോഴത്തേക്ക് മരണപ്പെട്ടു. അതുപോലെ തന്നെ 2005 മെയ് മാസം അവിടെ അടുത്ത് വടക്കേക്കരയുണ്ട്, പുത്തൻവേലിക്കരയ്ക്ക് സമീപത്ത് തന്നെയുള്ളൊരു പ്രദേശമാണ്. അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന 86 വയസ്സുള്ള ഒരു ഏലിക്കുട്ടി എന്ന് പേരുള്ള ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്. അവരുടെ വീട്ടിൽ വാതിൽ തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ച് അവരെ കമ്പിവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. അവരുടെ കാതിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം ചെയ്തു. കൊടും ക്രിമിനലായുള്ള ജയാനന്ദൻ അയാൾ കൊലപ്പെടുത്തിയതല്ലാതെ ഉള്ള 30ഓളം കേസുകൾ, കവർച്ച കേസുകൾ വേറെയുണ്ട്. വീടുകളിൽ ഈ രീതിയിൽ തന്നെ പ്രവേശിച്ച് അവിടെയുള്ള വീട്ടുകാരെ അല്ലെങ്കിൽ വീട്ടിലെ വീട്ടുടമസ്ഥനെയും മറ്റും തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് മാസങ്ങളോളം ചികിത്സയിൽ കിടന്നിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം ചെയ്തിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ, മാള, പറവൂർ, പുത്തൻവേലിക്കര, കൊരട്ടി, ചാലക്കുടി, കൊടകര ഈ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ഇയാളുടെ പേരിൽ കവർച്ചയ്ക്ക് കേസുകളുണ്ട്. 30ഓളം കവർച്ചാ കേസുകളിലെ പ്രതിയാണ്. ഈ ജയാനന്ദനെ പുത്തൻവേലിക്കര കേസിൽ അറസ്റ്റ് ചെയ്യുന്ന അതിനോട് ബന്ധപ്പെട്ട് ഇത്രയും കേസുകൾ അയാളുടെ പേരിലുള്ളത് തെളിയുകയാണ്. ഈ കുറ്റവാളി എന്തുകൊണ്ട് ഇങ്ങനെയായി, ഇയാളുടെ സാഹചര്യം നമ്മളത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും.
ഇയാൾ സാധാരണ ഒരു കൂലി വേല ഉള്ള ഒരു വീട്ടിൽ ജനിച്ച ആളാണ്. അച്ഛനും അമ്മയൊക്കെ സാധാരണ കൂലിപ്പണിക്കാരാണ്. അയാൾ 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഭാര്യയും 2 ചെറിയ കുട്ടികളുമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഇയാളുമായിട്ട് അയാളോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെന്തിനാണ് ഈ രീതിയിലുള്ള ആളുകളെ കൊന്ന്, ഇത്രയും ആളുകളെ കൊന്നും കൊലപ്പെടുത്തിയും പരിക്കേൽപ്പിച്ചുമൊക്കെ ആയിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, അങ്ങനെ നിങ്ങൾക്കതിനെ സംബന്ധിച്ച് യാതൊരു പശ്ചാത്തലമോ കുറ്റബോധമോ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അയാൾ എന്നോട് അതേ രീതിയിൽ തന്നെ, ഞാൻ ചോദിച്ച രീതിയിൽ തന്നെ എന്നോട് മറുപടി പറഞ്ഞു. അതെന്നെ വളരെയധികം വേദനിപ്പിച്ചു, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തി. ഇങ്ങനെ ഇത്രമാത്രം കൊടും മനസ്സുള്ള ക്രിമിനലുകളുണ്ടോ എന്ന്. അയാൾ പറയുകയാണ്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെ ആര് ജീവിക്കണം ആര് മരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കങ്ങനെ ഒരു ചിന്തയില്ല. എനിക്കതിനകത്ത് അയാളോട് മറുപടി പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ജീവിതത്തിൽ യാതൊരുവിധ മൂല്യങ്ങളുമില്ലാത്ത ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ എന്നുള്ളത് മാത്രമേ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. മാളയിലെ ഇരട്ട കൊലപാതകം ആദ്യം ലോക്കൽ പോലീസും, അതായത് നബീസ ആ ഉമ്മയുടെയും ആ മകളുടെയും മരുമകളുടെയും ഒക്കെ ആ കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈം ബ്രാഞ്ചും പിന്നീട് CBIയുമാണ് അന്വേഷിച്ചത്. ആ കേസിൽ CBIക്കും ഒരു കുറ്റവാളിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം അവർക്ക് തെളിയിക്കാൻ സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ പെരിഞ്ഞനം ആ സഹദേവനും ആ ഭാര്യയും മരിച്ച കേസിലും ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അവർക്കും ഇതിൽ ഒരു തെളിവിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മറ്റ് കേസുകളിൽ പലതും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ കൊടും കുറ്റവാളി ഈ തൃശ്ശൂർ എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഒരു 3.5 വർഷക്കാലത്തോളം വിഹരിക്കുകയായിരുന്നു. ഇയാളെ കണ്ട് തിരിച്ചറിഞ്ഞ ആളുകളുണ്ട്. ഇയാളതിന് മുമ്പ്, അതായത് പുത്തമ്പലേക്കര കേസിൻ്റെ 2 ദിവസം മുമ്പ് അയാളെ അവിടെ അടുത്തുള്ള വീട്ടിൽ മോഷണത്തിനായിട്ട് ശ്രമിക്കുന്ന സമയം കണ്ട തെളിവുകളുണ്ട്. പിന്നെ അയാൾ സ്വർണം കൊണ്ടുപോയത്, അതുപോലെ തന്നെ അയാളെ സംഭവ സ്ഥലത്ത് പുത്തമ്പലേക്കര കേസിൽ സംഭവ സ്ഥലത്തു നിന്ന് കിട്ടിയ ടോർച്ച്, അതുപോലെ തന്നെ കമ്പിപ്പാര, ഇതൊക്കെ അത് മറ്റു വീടുകളിൽ നിന്നാണ്. ആ വീടുകളിലെ വ്യക്തികൾ അത് കണ്ട് തിരിച്ചറിഞ്ഞ് മൊഴി കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ ശക്തമായിട്ടുള്ള പിന്തുണയോടുകൂടിയാണ് സാക്ഷികളെല്ലാം കൃത്യമായ നിലയിൽ മൊഴി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണക്കടകളിൽ നിന്ന് അയാൾ വിറ്റ സ്വർണ്ണക്കടകളിൽ നിന്നും ഈ പണ്ടം പണയം വയ്ക്കുന്ന ഫൈനാൻസുകളിൽ നിന്നും അതേ രീതിയിൽ തന്നെ പല സ്വർണ്ണങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശക്തമായ തെളിവുകൾ. അതുപോലെ തന്നെ ഏലിക്കുട്ടി എന്ന് പറയുന്ന ആ വൃദ്ധയായ സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാളുടെ ഫിംഗർ പ്രിൻറ്റ് അവിടെ നിന്ന് സയൻറ്റിഫിക്കായിട്ടുള്ള തെളിവായിട്ട് കോടതി സ്വീകരിച്ചിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഇയാൾ ഇത്ര കൃത്യമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള കാര്യത്തെപ്പറ്റി ചോദിച്ചു. സിനിമ കാണുന്ന സ്വഭാവക്കാരൻ ഇയാൾ. സിനിമകളിൽ കാണുന്ന രീതിയിൽ എങ്ങനെ തെളിവുകൾ ഒരു കുറ്റകൃത്യത്തിൽ നശിപ്പിക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് അയാൾക്ക് ശരിയായ ബോധ്യമുണ്ട്. കുറ്റകൃത്യം അല്ലെങ്കിൽ കൊലപാതകമോ കവർച്ചയോ ചെയ്യാൻ പോകുന്ന വേളയിൽ സോക്സാണ് കയ്യിലിടുന്നത്. അയാൾക്ക് സോക്സ് ഇട്ട് പോകും. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഒരു സ്ഥലത്തും അയാളുടെ പതിയില്ല. പിന്നെ മറ്റൊരു കാര്യം, പോലീസ് നായ വരുന്നുണ്ടെങ്കിൽ, പോലീസ് ഡോഗ് വരുന്നുണ്ടെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കാനും അതിൻ്റെ ശ്വാസം അല്ലെങ്കിൽ അതിനെ ആ രീതിയിലേക്ക് തെളിവിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ ഒന്നുകിൽ മണ്ണെണ്ണ അവിടെ വിതറിയിരിക്കും, അതല്ലെങ്കിൽ ഗ്യാസ് തുറന്നു വിട്ടിരിക്കും. അപ്പോൾ ഈ ബേബിയുടെ കേസിൽ, അതായത് ഈ പറഞ്ഞ പുത്തമ്പേലിക്കര കേസിൽ മണ്ണെണ്ണയും അതുപോലെ തന്നെ ഗ്യാസും അവിടെ തുറന്നു വിട്ടിരുന്നു. അത് പ്രത്യേകമായിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അയാൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിന് ശേഷം അയാൾ ജയിലിൽ കിടക്കുമ്പോൾ ഈ 2021 അയാളുടെ തടവുകാരനോട് അയാൾ ഒരു കുറ്റസമ്മതം കൂടി ചെയ്തിട്ടുണ്ട്. ഒരു കേസ് കൂടി അയാൾ പറവൂർ ഭാഗത്ത് ഒരു 2 പേരെ കൂടെ കൊലപ്പെടുത്തിയ ഒരു സംഭവം കൂടി പറയുന്നുണ്ട്. അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷയെ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവനെ അത്തരത്തിൽ അപായപ്പെടുത്തിക്കൊണ്ട് കവർച്ച നടത്തുന്ന ഒരു വലിയ മോഷ്ടാവായിരുന്നു. കവർച്ചക്കാരനായിട്ട് തന്നെയാണ് ജയാനന്ദന് അറിയപ്പെടാൻ സാധിക്കുന്നത്. ഇയാളെ ഞാൻ അന്വേഷിച്ച പറഞ്ഞ പുത്തൻവേലിക്കര കേസിൽ വധശിക്ഷയ്ക്കാണ് എറണാകുളം സെഷൻസ് കോടതി വിധിച്ചത്. പിന്നീടത് എറണാകുളം ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും അപ്പീലിൽ ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തമായിട്ട് നിശ്ചയിക്കുകയും ചെയ്തു. മരണം വരെയുള്ള ജീവപര്യന്തമാണ്. പരോൾ പോലും അനുവദിക്കാത്ത രീതിയിലുള്ള ജീവപര്യന്തം തടവിനാണ് അയാളെ ശിക്ഷിച്ചിരിക്കുന്നത്. അയാൾ പ്രതിയായിട്ടുള്ള മറ്റ് പല കേസുകളിലും ശിക്ഷിച്ചിട്ടുണ്ട് അയാളെ.
ആ ശിക്ഷകളെല്ലാം ഈ പറഞ്ഞ ശിക്ഷയ്ക്ക് താഴെ വരുന്നത് കൊണ്ട് അത് പല കേസുകളെയും ശിക്ഷകൾ ഇതിനോടൊപ്പം തന്നെ അയാൾ അനുഭവിച്ച് തീർക്കാനാണ് കോടതികളുടെ വിധി. ഇപ്പോൾ അയാൾ ജയിലിലാണുള്ളത്. പൂജപ്പുര സെൻട്രൽ ജയിലാണ് ഇപ്പോൾ ഉള്ളത്. അയാൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉള്ളിൽ 2 പ്രാവശ്യം ജയിൽ ചാടി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിൽ നിന്ന് ഒരു കുറ്റവാളി, ഒരു കൊടും ക്രിമിനൽ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളതാണ്. ആയിരക്കണക്കിന് കുറ്റവാളികൾ കിടക്കുന്ന ജയിലിൽ അവർക്കാർക്കും സാധിക്കാത്ത രീതിയിൽ 2 പ്രാവശ്യം അയാൾക്ക് മാത്രം പറ്റുന്ന രീതിയിൽ രക്ഷപ്പെട്ടു. 1 പ്രാവശ്യം ഊട്ടിയിൽ നിന്നും 1 പ്രാവശ്യം തൃശ്ശൂരിനടുത്ത് നെല്ലായിൽ നിന്നും അയാളെ പിടികൂടി. ഇപ്പോൾ അയാൾ പ്രത്യേക സുരക്ഷ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സംവിധാനത്തിലാണ് അയാളെ ഇപ്പോൾ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചേനപ്പാടി എന്ന ഗ്രാമത്തിലാണ്. പ്രാഥമിക വിദ്യാഭ്യാസം പറഞ്ഞ ചേനപ്പാടിയിലും അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ ഉള്ള ഒരു AKJM എന്ന് പറഞ്ഞുള്ളൊരു സ്കൂളിലും ആയിരുന്നു. അതിനുശേഷം എൻ്റെ പ്രീ ഡിഗ്രി കാലം കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ സെൻറ്റ് ഡൊമിനിക്സ് കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പാലായിലെ സെൻറ്റ് തോമസ് കോളേജിൽ ഡിഗ്രിക്ക് ചേരുകയായിരുന്നു. അവിടെ വെച്ച് ഞാൻ അതിനു മുമ്പുണ്ട് കായികമായിട്ടുള്ള മത്സരങ്ങളിലുമൊക്കെ പങ്കെടുത്തിരുന്നു. പ്രത്യേകിച്ചും പാലായിലെത്തിയപ്പോൾ അവിടെ നല്ല റെസ്ലിംഗ് ടീമുണ്ട്, ഗുസ്തി. അതിൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഗുസ്തി താരങ്ങളുള്ളൊരു കോളേജായിരുന്നു അക്കാലത്ത് പാലാ സെൻറ്റ് തോമസ്. അപ്പോൾ എനിക്ക് അവിടെ ആ ടീമിൽ കയറാൻ പറ്റി. ഞാൻ പരിശീലനം കിട്ടുകയും യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് മത്സരങ്ങളിലും 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. യൂണിവേഴ്സിറ്റിയെ പ്രതികരിച്ചുകൊണ്ടും സ്റ്റേറ്റിനെ പ്രതികരിച്ചുകൊണ്ടും പല പ്രാവശ്യവും ഇൻ്റർനാഷണലും അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റും അതുപോലെ തന്നെ ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ 1980 കേരള യൂണിവേഴ്സിറ്റിയുടെ റെസ്ലിംഗ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അന്ന് ബനാറസിൽ നടന്ന മത്സരത്തിൽ ഞാനായിരുന്നു ക്യാപ്റ്റൻ. പാലാ കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഗുസ്തി മത്സരങ്ങളിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ MG കോളേജിനെ പ്രതികരിച്ച് ഇൻ്റർ കോളേജ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ വന്നിരുന്നു. അന്ന് ഈ മോഹൻലാൽ ഒരു ഗുസ്തി താരമാണ് എന്നുള്ളത് ഇപ്പോൾ പലർക്കും അറിഞ്ഞുകൂടാ. BComന് MG കോളേജിൽ പഠിക്കുന്ന കാലത്ത് 19 വയസ്സ് 20 വയസ്സുള്ള കാലത്ത് ഞാൻ പിടിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഗുസ്തി മത്സരത്തിൽ ഇറങ്ങുന്ന അതേ വെയിറ്റ് കാറ്റഗറിയിൽ തന്നെയാണ് മോഹൻലാലും വന്നിരുന്നത്. അന്ന് സിനിമയിലൊന്നും മോഹൻലാൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വെയിറ്റിൽ ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഗുസ്തി മത്സരത്തിൽ ആ ഏറ്റുമുട്ടലിൽ ഞാനാണ് വിജയിച്ചത്. എനിക്ക് ആ ഗുസ്തി മത്സരത്തിൽ 36 സെക്കൻഡ് കൊണ്ട് ഞാൻ മോഹൻലാലിനെ കീഴ്പ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം കണ്ണൂരിൽ ഞങ്ങൾ സ്റ്റേറ്റ് മീറ്റിന് അവിടെ ഒരുമിച്ച് കണ്ടു. അപ്പോൾ മോഹൻലാൽ എൻ്റെ അടുത്ത് വന്നു, എന്നോട് പറഞ്ഞു, അപ്പോൾ നീ ഏത് വെയിറ്റ് പിടിച്ചാലും നിനക്ക് ജയിക്കാൻ പറ്റും, ഞാൻ ഈ വെയിറ്റിൽ പിടിച്ചോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വെയിറ്റിൽ തന്നെ പിടിക്കുകയുള്ളൂ, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ വെയിറ്റ് കൂട്ടി പിടിക്കാം, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്തൊരു വെയിറ്റ് കാറ്റഗറി മുകളിലേക്ക് പോകാൻ പറ്റും, അങ്ങനെ മത്സരിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു വെയിറ്റ് കാറ്റഗറിയിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ ഗുസ്തിയിലും മറ്റും ചലഞ്ച് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റും, താഴേക്ക് വരാൻ പറ്റില്ല, കാരണം താഴേക്ക് പോകാൻ അനുവാദമില്ല. അപ്പോൾ അങ്ങനെ മോഹൻലാൽ വെയിറ്റ് കൂട്ടി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് വെയിറ്റ് കൂട്ടി അടുത്ത വെയിറ്റ് കാറ്റഗറിയിലേക്ക് കടന്ന് അതിൽ പിടിക്കുകയും മോഹൻലാലിന് ആ വെയിറ്റിൽ 1ാം സമ്മാനവും സ്റ്റേറ്റിൽ 1ാം സമ്മാനവും എനിക്ക് ഞാൻ പിടിച്ചിരുന്ന എൻ്റെ ലൈറ്റ് ഹെവി വെയിറ്റിൽ എനിക്ക് 1ാം സമ്മാനവും ലഭിച്ചു. അത് കഴിഞ്ഞ് തിരികെ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രെയിനിൽ തിരിച്ചു പോകുന്നത്. ആ സമയമാണ് ആദ്യമായിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. ആ പടം വരുന്നുണ്ട്, പോയി കാണണമെന്നൊക്കെ അങ്ങനെ സൗഹൃദമായിട്ട് പറയുകയും ഞാൻ എൻ്റെ പാലായിലുള്ള സുഹൃത്തുക്കളുമായിട്ട് യൂണിവേഴ്സൽ തിയേറ്ററിൽ പോയി ആ പടം ഇറങ്ങിയ ദിവസം തന്നെ കാണുകയും ചെയ്തു. പിന്നീട് ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ LLBക്ക് ജോയിൻ ചെയ്തു. 1984 LLB പാസ്സായി. അതേ വർഷം തന്നെ ഞാൻ അഭിഭാഷകനായിട്ട് എൻറോൾ ചെയ്തു. ആദ്യം ഞാൻ
എൻ്റെ പ്രാക്ടീസ് ആരംഭിച്ചത് തലശ്ശേരി കോടതിയിലായിരുന്നു. അതിനുശേഷം ഞാൻ കോട്ടയവും കാഞ്ഞിരപ്പള്ളിയിൽ ഞാൻ സ്വന്തമായിട്ട് ഓഫീസിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്താണ് എനിക്ക് കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടറായിട്ട് സെലക്ഷൻ ലഭിക്കുന്നത്. ഞാൻ പ്രാഥമിക പരിശീലനം പൂർത്തിയാക്കിയതിന് ശേഷം പോലീസ് ട്രെയിനിങ് കോളേജ് തിരുവനന്തപുരത്തു നിന്നും ആദ്യമായിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനായിട്ട് ഞാൻ മൂന്നാറിലാണ്, ഇടുക്കി ജില്ലയിലെ മൂന്നാറിലായിരുന്നു. അന്ന് അവിടെ DYSP ശ്രീ MG ജിന്ന സാഹിബ് എന്ന് പറയുന്ന MG ജിന്നയായിരുന്നു. അദ്ദേഹം മൂന്നാർ സബ് ഡിവിഷൻ്റെ ചാർജിലുള്ള സമയത്താണ് ഞാൻ പരിശീലനത്തിനായിട്ട് അവിടെ എത്തുന്നത്. ഒരു പരിശീലകൻ അല്ലെങ്കിൽ ഒരു DYSP എന്നുള്ള നിലയ്ക്ക് ഒരു പുതിയ വന്ന ഒരു സബ് ഇൻസ്പെക്ടർ പറഞ്ഞു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഓരോ കാര്യങ്ങളും, ഓരോ ആളുകളെയും എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉദാഹരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു നല്ല ഗുരുവായിരുന്നു അദ്ദേഹം. മൂന്നാറിലുള്ള കാലത്തൊരു സംഭവമുണ്ട്. അന്ന് മൂന്നാറിൽ അത്രയ്ക്ക് വലിയ ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളൊന്നും ഉള്ള ഒരു പോലീസ് സ്റ്റേഷനല്ല. തോട്ടം തൊഴിലാളികളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്നാൽ തമിഴ് പ്രദേശം അല്ലെങ്കിൽ തമിഴ് ജനങ്ങളുടെ ഒരു സാമീപ്യം ഉള്ളതുകൊണ്ട് പലപ്പോഴുമൊക്കെ മോഷണം അവിടെ നടക്കാറുണ്ട്. അപ്പോൾ നൈറ്റ് പെട്രോളിങ് വളരെ ശക്തമായ നിലയിൽ നടത്താറുണ്ട്. തണുപ്പാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ നല്ല രീതിയിൽ നൈറ്റ് പെട്രോളിങ് നടത്തും. അപ്പം രാത്രിയിലെ പെട്രോളിങ് നടക്കുന്ന സമയങ്ങളിൽ വാഹനങ്ങൾ നിർത്തി പരിശോധിക്കും. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഒന്ന് കഞ്ചാവിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അത് കടത്തിക്കൊണ്ട് പോകുന്നതും മറ്റുമൊക്കെയാണ് ഒരു കാര്യം. പിന്നെ ഒന്ന് ശർക്കര ടാക്സ് വെട്ടിച്ച്, അതുപോലെ ഏലം തുടങ്ങിയവ ടാക്സ് വെട്ടിച്ച് അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാതെ രാത്രി കാലങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങൾ പരിശോധിച്ച് ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ പള്ളിവാസൽ പഴയ മൂന്നാർ കഴിഞ്ഞ് അടിമാലിക്ക് വരുന്ന വഴിയിൽ പഴയ മൂന്നാറിൽ നിന്ന് വാഹനങ്ങൾ പരിശോധിച്ച് നിൽക്കുമ്പോൾ ഒരു വാഹനം വരുമ്പോൾ കൈ കാണിച്ചു വണ്ടി നിർത്തിയില്ല. ജീപ്പാണ്. ഞങ്ങളത് പിന്നാലെ ചേസ് ചെയ്ത് കല്ലാറിന് കുറച്ച് മുമ്പിലായിട്ട് നിർത്തി. ആ വാഹനം മുന്നിൽ കയറ്റി തടഞ്ഞു നിർത്തി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നിർത്താതെ പോയത് ഇത് കഞ്ചാവ് തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു തോന്നൽ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാനുമുണ്ട്, 3 പോലീസുകാരുണ്ട്. ഞാൻ അത്ര പരിശീലനം അല്ലെങ്കിൽ അത്രയ്ക്കൊരു പരിചയം എനിക്ക് ഇതിനകത്ത് ഈ രംഗത്ത് ഇല്ലാതാനും. അപ്പോൾ ഇറങ്ങിയ വഴി തന്നെ ഈ ഡ്രൈവർക്കൊരു തല്ല് കൊടുത്തു, കൈകൊണ്ട് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് പോലീസുകാരിൽ ഒരാളും തല്ലി അയാളെ. എന്തുകൊണ്ടോ ആ വണ്ടിയും ആയിക്കോട്ടെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നു. ഏലക്കായാണ്, ഒരു 5-6 ചാക്ക് ഏലമുണ്ട് അതിനകത്ത്. അത് സെയിൽ ടാക്സിന് കൈമാറി പിറ്റേ ദിവസം ഇവരെ വിട്ടയക്കുകയും ചെയ്തു. ആ ആളുകൾ ഈ പറഞ്ഞ തല്ലുകൊണ്ട ഡ്രൈവർ അടിമാലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഗവൺമെൻറ് ആശുപത്രിയിൽ. അപ്പോൾ അതൊരു പ്രശ്നമായി. അവിടെ പ്രാദേശികമായിട്ടൊരു പത്രങ്ങളിലൊക്കെ വന്നു, ഇതുപോലെ SI അടിച്ചു മർദ്ദിച്ചു എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ അന്ന് ജിന്ന സാറാണ് അവിടെ ഈ പറഞ്ഞ DYSP. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് ഗുണദോഷിച്ചു. അതിനുശേഷം പറഞ്ഞു, അത് ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു 4 മണിയാകുമ്പോൾ നിന്നെ വിളിക്കും, അപ്പോൾ ഇവിടെ വന്നോണം, ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ മതി, ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ 4 മണിയായപ്പം എന്നെ വിളിച്ചു. അവിടെ ചെന്ന് ഞാൻ DYSPയുടെ ഓഫീസിൽ ചെല്ലും. അപ്പോൾ DYSPയോടൊപ്പം നമ്മുടെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ MM മണി, CPM പാർട്ടിയുടെ, അതുപോലെ തന്നെ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി അവിടെയുണ്ട്. അതുപോലെ അന്ന് രാവിലെ കണ്ട ഡ്രൈവറും അയാളുടെ അച്ഛനുമുണ്ട്. അപ്പോൾ അവിടെ ചെന്നു കാര്യങ്ങൾ സംസാരിച്ചു. ഈ കാര്യങ്ങൾ അവർ പറഞ്ഞു, ഡ്രൈവറും അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ജിന്ന സാറ് എന്നോട് ഷൗട്ട് ചെയ്തു, വളരെ ഇതായിട്ട് സംസാരിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം അദ്ദേഹം നേരത്തെ തന്നെ എന്നോടത് പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്നെ സസ്പെൻഡ് ചെയ്യുമെന്ന് അവിടെ വെച്ച് പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം അത് വേണോ എന്ന് ഉടനെ തന്നെ ഇവരോട് ചോദിച്ചു, ഈ ഡ്രൈവറുടെ അച്ഛനോടും മറ്റും. അപ്പം അവർ പറഞ്ഞത് വേണ്ട, അത് പോട്ടെ, പരിചയമില്ലാഞ്ഞിട്ടല്ലേ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ അത് തീർത്തു. അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റോ, അത് പോലീസിൽ സാധാരണ പ്രൈവറ്റ് കംപ്ലയിൻറ്റുകൾ പോലീസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞ് ഉള്ള പ്രൈവറ്റ് കംപ്ലയിൻറ്റുകൾ വരും. അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞത്, DYSP ഇവർ പോയി കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. ഒരു കാരണവശാലും ഒരാളെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല.
കാരണം ഈ റോഡിലൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകളെന്ന് പറയുന്നത് അവർ അവരുടെ കുടുംബവും കുട്ടികളുമൊക്കെ പോറ്റാൻ വേണ്ടി ഒരു ജോലി ചെയ്തും ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ നിനക്കിപ്പോൾ ആരോഗ്യമുണ്ട്, ഈ പറഞ്ഞ പോലെ ഒരാളെ ഉപദ്രവിക്കാൻ അധികാരവുമുണ്ട്, അന്ന് കരുതി ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉപദേശം തന്നു. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാനത് സർവീസിലുടനീളവും അത് പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ആ ഒരു അഡ്വൈസിൻ്റെ പേരിലാണ് ഞാൻ അതിന് ശേഷം എനിക്ക് എൻ്റെ 33 വർഷക്കാലത്തെ സർവീസിലും ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് പോലും എൻ്റെ പേരിൽ വന്നിട്ടില്ല. പിന്നീട് ഞാനിപ്പോൾ തൃശ്ശൂർ ടൗണിലാണ് താമസിക്കുന്നത്. എനിക്ക് 2 പെൺമക്കളാണ്. ഭാര്യയുടെ നാടും കാഞ്ഞിരപ്പള്ളി തന്നെയാണ്, പഴയടം എന്ന് പറയും, അവിടെയാണുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികളുടെ വിവാഹം അവിടെയാണ്, തൃശ്ശൂർ ആണ് നടന്നിരിക്കുന്നത്. അതിലൊരാൾ ഇപ്പോൾ ബോംബെയിലും മറ്റൊരാൾ കാനഡയിലുമാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ തുടർന്നും അവിടെയാണ് ഞാനും വൈഫും അവിടെ തന്നെ ജീവിക്കുകയാണ് ഇപ്പോൾ.